മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തെ വിമർശിച്ച പല കലാകാരന്മാർക്കും ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം മഹാരാജാസിൽ അരങ്ങേറിയ ഒരു വിപ്ലവ നാടകം പോലീസിന്റെ കണ്ണിൽ പെട്ടില്ല. അന്ന് ആ നാടകത്തിൽ അഭിനയിച്ച നടൻ ആരാണെന്നറിയണ്ടേ? നാടകം എഴുതിയ ആൾ തന്നെ പറയും. കേരളത്തിലെ ക്യാമ്പസുകൾ ഒന്നാകെ തീ പിടിച്ചു നിന്നിരുന്ന അടിയന്തരാവസ്ഥ കാലം. അന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് മഹാരാജാസിന്റെ മെയിൻ ഹാളിലേക്ക് ഒരു നാടകം കളിക്കാനെത്തി. അങ്ങേയറ്റം വിപ്ലവാത്മകമായ ഭരണകൂടത്തെ ഒന്നാകെ വിമർശിക്കുന്ന ആ നാടകത്തിൽ അഭിനയിച്ച, മെല്ലിച്ച, ജുബ്ബയിട്ട, ഘനഗാംഭീര്യമുള്ള ശബ്ദമുണ്ടായിരുന്ന നടൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള താരമാണ്. മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. അന്ന് ആ നാടകത്തിന്റെ രചയിതാവായിരുന്ന രവി കുറ്റിക്കാട് പഴയ കാലത്തെ ഓർത്തെടുക്കുകയാണ്. എൻ്റെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. ഉണ്ണുന്നതും ഉറങ്ങുന്നതും ശ്രദ്ധിക്കുന്നതും അനുഭവിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സിനിമയായിരുന്നു. അന്ന് മാത്രമല്ല ഇന്നും. അടിയന്തരാവസ്ഥ കാലം. ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകനായിരുന്ന രവി കുറ്റിക്കാട് മഹാരാജാസ് ഹോസ്റ്റലിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. അവിടെ വെച്ചാണ് മുഹമ്മദ് കുട്ടിയെയും KR വിശ്വംഭരനെയും പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് വാട്ട്സ് ടു ബി ഡൺ എന്ന നാടകത്തിന്റെ തുടക്കം. ഞാൻ 75-ലാണ് തോന്നുന്നത്. അടിയന്തരാവസ്ഥ തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് ഞാൻ ദേശാഭിമാനിലായിരുന്നു. അപ്പോൾ ദേശാഭിമാനിൻ്റെ ഓഫീസിൽ അതിനകത്ത് അവിടെ ആയിരുന്നു ഞാൻ കിടക്കാറുണ്ടായിരുന്നു രാത്രി. അപ്പോൾ പിന്നെ അവിടെ രാത്രി കിടക്ക് സുഖമില്ലാത്തതുകൊണ്ട് എങ്ങനെ കിടക്കും, എവിടെ കിടക്കുമെന്ന് ആലോചിച്ച് ഒരു ദിവസം ബോട്ട് ജെട്ടിയിൽ നിൽക്കുമ്പോൾ ലാ കോളേജിൽ എൻ്റെ ഒരു പഴയൊരു സുഹൃത്ത് സുബ്രഹ്മണ്യൻ ഉണ്ട് അവിടെ. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മുറി കിടക്കാം, നീ അങ്ങോട്ട് വന്നു. അവിടെ ചെന്നപ്പോൾ വിശ്വംഭരനുണ്ട്. വിശ്വംഭരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. KR വിശ്വംഭരൻ പഴയ കളക്ടറായിരുന്നു. അപ്പോൾ വിശ്വംഭരൻ പറഞ്ഞു നമുക്ക് ഇവിടെ കിടക്കടാ. അങ്ങനെ ഒരു മുറിയിൽ ഞാൻ അവരുടെ കൂടെ കിടന്നു. അപ്പോൾ ഇവരായിട്ട് കമ്പനിയായിരുന്നു. മമ്മൂട്ടി, വിശ്വംഭരൻ, ഈ ഗ്യാങ്ങായിട്ട് കമ്പനിയായി. അപ്പോൾ ഇവർക്ക് ലാ കോളേജിൻ്റെ പേരിൽ ഒരു നാടകം എഴുതണം. കോമ്പറ്റീഷൻ ഉണ്ട്, ഇൻ്റർ കോളേജ് മത്സരമാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു നാടകം എഴുത്, നമുക്ക് എന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് വെച്ച് ചർച്ച ചെയ്തിട്ട് അതൊന്ന് ഷാർപ്പൻ ചെയ്യാം, ഡയലോഗ്സൊക്കെ. ഞാനൊരു നാടകം എഴുതി. വാട്ട് ഈസ് ടു ബി ഡൺ എന്നാണ് നാടകത്തിൻ്റെ പേര്. എന്ത് ചെയ്യണം. അപ്പോൾ ഈ അധികാരത്തിൻ്റെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതിൻ്റെ തീം. മമ്മൂട്ടി അതിൻ്റെ ജുഡീഷ്യറിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തോടുള്ള മമ്മൂട്ടിയുടെ അഭിനിവേശം കോളേജ് കാലത്ത് തന്നെ ശക്തമായിരുന്നു. റിഫൈനറിയുടെ സംസ്ഥാന അവരുടെ ഒരു യൂണിയൻ്റെ സമ്മേളനം പ്രമാണിച്ചിട്ട് ഒരു പണിക്കർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ എന്നെ കാണാൻ പോകും യൂണിയൻ്റെ. അയാൾ പറഞ്ഞു ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ നാടകം ഞങ്ങൾ വയ്ക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ 8 മണിയായി. അപ്പം വീട്ടിൽ തോർത്തുകൊണ്ടൊക്കെ കൊടുത്ത് മേക്കപ്പ് ചെയ്ത് നിൽക്കുകയാണ് ഇവരെല്ലാവരും. ഭയങ്കര മഴ വന്നു. സംഘാടകർ വന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ആ കാശ് മേടിച്ച് പോക്കോ, ഇത് ഇവിടെ കളിക്കേണ്ടേ. ഇവിടെ മമ്മൂട്ടി സമ്മതിക്കില്ല, നമുക്ക് നാടകം കളിച്ചിട്ട് പോയാൽ മതി, മഴ നിൽക്കട്ടെ. അങ്ങനെ മഴ മാറി കഴിഞ്ഞപ്പോൾ ആരുമില്ല ഗ്രൗണ്ടിൽ. അപ്പം നമ്മൾ ഈ ഗ്രാഫ് കാർഡൊക്കെ വെച്ച് ആളെ കൂട്ടി ആൾക്കാർ വന്നു ഈ നാടകം കളിച്ചു. വാട്ട്സ് ടു ബി ഡൺ എന്നത് ലെനിന്റെ വാക്കുകളാണ്. അക്കാലത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ഈ നാടകം. നാടകത്തിൽ ജുഡീഷ്യറിയെ പ്രതിനിധീകരിച്ചാണ് മമ്മൂട്ടി അഭിനയിച്ചത്. സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ പഴയ വേഷത്തിൽ അരങ്ങത്ത് വരാൻ മമ്മൂട്ടി ഒരുക്കമായിരുന്നു. താരശോഭയിലും എറണാകുളത്തെ കോളേജ് കാലം മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ടത് തന്നെ. അതുകൊണ്ടാണ് രവി കുറ്റിക്കാട് രചിച്ച മഹാരാജാസിന്റെ ചരിത്രം പ്രകാശനം ചെയ്യാൻ ഒരിക്കൽ നേരിട്ടെത്തിയതും. രവി കുറ്റിക്കാട് ഇപ്പോഴും ചരിത്രം എഴുതുകയാണ്. കലയുടെ, രാഷ്ട്രീയത്തിന്റെ, ഓർമ്മയുടെ ചരിത്രം. അടിയന്തരാവസ്ഥക്കാലത്ത് ഇത്രയും വിപ്ലവാത്മകമായ ഒരു നാടകം നടക്കുന്നു എന്ന വിവരം അന്നത്തെ പോലീസിനെങ്ങാനും ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന താരമുണ്ടാകുമായിരുന്നോ എന്ന കാര്യം പോലും സംശയമാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24.